ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. സീനിയർ സിറ്റിസൺസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്നൊരുക്കി. സൗഹൃദത്തിന്റെ സ്നേഹ സന്ദേശവുമായി സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ ഇഫ്താർ വിരുന്നൊരുക്കി. മട്ടാഞ്ചേരി V4 ബിരിയാണിയിൽ ഒരുക്കിയ വിരുന്നിൽ അധ്യാപകനും പണ്ഡിതനുമായ അബ്ദുൽ ഗനി സ്വലാഹി റമദാൻ സന്ദേശം നൽകി. മനുഷ്യന്റെ വിശപ്പിനെ അവൻ നേരിടുമെങ്കിലും എന്നാൽ അവന്റെ ചിന്തകളെ കടിഞ്ഞാണിടുകയെന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. നോമ്പിന്റെ പ്രസക്തി അവിടെയാണെന്ന് അദ്ദേഹം തന്റെ റമദാൻ സന്ദേശത്തിൽ പറഞ്ഞു. ഒരു മനുഷ്യ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി കണ്ടുകൊണ്ടിരിക്കുന്ന തിന്മകൾ എന്തൊക്കെയാണോ ആ സകല തിന്മകളോടും രാജിയായിക്കൊണ്ട് തനിക്ക് തന്നെ പിടിച്ചു നിർത്താൻ, തന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്താൻ, തന്റെ ശരീരത്തിന്റെ ഓരോ രോമക്കൂപ്പങ്ങളെയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ആദരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് പിടിച്ചു നിർത്തി ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. ഭക്ഷണവും പാനീയവും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ അവരുടെ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളത് അല്പം പ്രയാസകരമായ സംഗതി തന്നെയാണ്. നോമ്പനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ദുശ്ചിന്തകളുണ്ടെങ്കിൽ അതെന്തുമായിക്കൊള്ളത് മറ്റൊരു മനുഷ്യന്റെ വളർച്ചയിൽ, മറ്റൊരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽ, അവരുടെ അഭിവൃദ്ധികളിൽ, അത് ജീവിതത്തിന്റെ ഏതു മേഖലകളുമാകട്ടെ, അത് എന്റെ മനസ്സിനെ കുത്തിനോവിക്കുന്നുണ്ടെങ്കിൽ, എന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് എങ്കിൽ സത്യമായിട്ട് നമ്മുടെ നോമ്പിന് പോറലുകളുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തൊന്നിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ആ നമുക്കുള്ളത്, നമ്മൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാകണം എന്നുള്ളത് ആത്മാർത്ഥമായി ആഗ്രഹിക്കത്തോളം നമ്മൾ നമ്മല്ല എന്നതാണ് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുക, ചീത്തയായ ഒന്നിലേക്കും നോക്കാതിരിക്കുക. കാതുകളെ നിയന്ത്രിക്കുക, ചീത്തയായ ഒന്നും കേൾക്കാതിരിക്കുക. മറ്റൊരു മനുഷ്യൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്ന്, അവരിഷ്ടമല്ലാത്ത ഒരു വർത്തമാനവുമായി കടന്നു വരുന്ന സന്ദർഭത്തിൽ ആ സംസാരത്തിൽ നിന്ന് പോലും നമ്മുടെ ചെവികൾ തിരിച്ചു നിർത്തുക, നമ്മുടെ നാവിനെ കടിഞ്ഞാണിടുക. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ രണ്ടുപേർ ഒരുമിച്ച് കൂടിയിരുന്നു, ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഒരുപാട് വർത്തമാനങ്ങൾ നമുക്ക് പറയേണ്ടി വരും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ആ പറയുന്ന ഓരോ വർത്തമാനങ്ങളും ഞാൻ പറയുന്നത് അത് ശരിയാണോ, സൃഷ്ടികർത്താവായ അല്ലാഹുവിന് ഇഷ്ടപ്പെടുമോ എന്ന് 100 പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു വ്യക്തിയുടെ നാവിൻ തുമ്പിൽ നാം സംസാരം പുറത്തേക്ക് വരൂ. പ്രസിഡന്റ് VJ ഹൈസൻ, സെക്രട്ടറി VY നാസർ, മാധ്യമപ്രവർത്തകൻ KB സലാം, KB അഷ്റഫ്, ആത്മാനന്ദ റാവു, ബാബു ഇരുമ്പനം, ഫാസില, സൈറ റഷീദ്, ഇബ്രാഹിം കുട്ടി, ഷെരീഫ് മൈത്രി എന്നിവർ സംസാരിച്ചു. മുഴുവൻ സീനിയർ സിറ്റിസൺ അംഗങ്ങൾക്കും ആശംസകൾ നേടുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള പ്രധാന കാര്യം. ഇത് വളരെ വിപുലമായി നാനാമതസ്ഥരായിട്ടുള്ള ആളുകൾ സൗഹാർദ്ദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ഇതുപോലുള്ള നോമ്പുറ പോലുള്ള കാര്യങ്ങളിൽ ഓണവും ക്രിസ്മസും ഒക്കെ ഇതുപോലെ തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അവസരത്തിൽ ബുദ്ധിമുട്ടുകളും വിദ്വേഷങ്ങളും എന്നോട് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതായിട്ട് നമ്മൾ വലുതായിട്ട് ആരെയും അറിയിച്ചിട്ടില്ല. നമ്മൾ 5-10 ലേഡീസ് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ നമുക്ക് നോമ്പ് തുറക്കാൻ കൂടണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആലോചന കൂടിയപ്പോഴാണ് ഒരു 70 പേരിൽ നിന്ന് അവസാനിച്ചിരിക്കുന്നത്. എന്നിട്ടും ചവിട്ടി നിർത്തിയിരിക്കുന്നത് നമ്മൾ. ഇത് കഴിഞ്ഞ് വളരെ രസകരമായിട്ടുള്ള നൂറോളം മുതിർന്ന അംഗങ്ങളുടെ സ്നേഹ സമാഗമമായി മാറി ഇഫ്താർ വിരുന്ന്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.